ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ആൻമരിയ എഴുന്നേറ്റ് പറയുന്നുണ്ട്, ഇനി ഈ അവാർഡ് ആൻറ്റി തന്നെ നയന മാഡത്തിന് കൊടുത്താൽ മതിയെന്ന്. ഗ്രേസിയും പറയും, എടോ താൻ തന്നെ അത് കൊടുക്കണമെന്ന്. അപ്പോൾ സന്തോഷത്തോടെ ദേവയാനി ആ അവാർഡ് നയനയ്ക്ക് കൊടുക്കുകയാണ്. അവാർഡ് മാത്രമല്ല, മരുമകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മാലയും കൂടെ അമ്മായിയമ്മ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. ആ മാല കാണുന്ന ഉടനെ നയന പറയുന്നുണ്ട്, അമ്മയുടെ ഈ സ്വഭാവം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ നവ്യേച്ചിയുടെ മുമ്പിൽ വെച്ച് എനിക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞതെന്നും പറയുന്നുണ്ട്. അന്നേരം സന്തോഷത്തോടു കൂടി തന്നെ ദേവയാനി ആ മാല നയനെ അണിയിക്കും. ആൻമരിയ പറയുന്നുണ്ട്, മകൻ മരുമകൾക്ക് താലി കെട്ടി, അമ്മായിയമ്മ ഇപ്പോൾ മാലയും വിട്ടു, ഇനി ഈ ബന്ധം ഇതുപോലെ തന്നെ നിലനിന്ന് പോകട്ടെ, ഒരിക്കലും ഈ ബന്ധം ഇനി മുറിഞ്ഞു മാറാതിരിക്കട്ടെ എന്നൊക്കെ പറയും. എല്ലാവരും വലിയ കയ്യടിയോടെയാണ് ഇതെല്ലാം കാണുന്നത്. പിന്നെ എല്ലാവരും കൂട്ട് നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി ആൻമരിയയോട് പറയുന്നുണ്ട്, മോളെ ഇങ്ങനെ ഒരു നാടകീയ രംഗങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ ഇന്നത്തെ ഈ ഫംഗ്ഷൻ്റെ എല്ലാ വീഡിയോസും ഫോട്ടോസും ഒക്കെ ചാനലുകളിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചേനെ. പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഇതൊന്നും ആരും കാണണ്ട, ഇതൊന്നും ചാനലിൽ ഇടരുതെന്ന് പറയും. ആൻറ്റി, ഇത് ചാനലിൽ ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ആൻമരിയ പറയുന്നുണ്ട്. എന്തായാലും മോൾ ഇതൊന്നും പുറത്ത് കാണിക്കണ്ട, അതിനൊക്കെ പ്രത്യേക കാരണങ്ങളുണ്ട്. ഇതുവരെ എന്നോട് ഇതൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല എൻ്റെ ഭർത്താവും എൻ്റെ മകനും, അതുകൊണ്ട് അവരാരും ഒരിക്കലും അറിയണ്ട ഇപ്പം എൻ്റെ മരുമോളും ഞാനിവിടെ ഒന്നിച്ച കാര്യം, അതുകൊണ്ട് ഇപ്പോൾ ഇത് പുറത്ത് വിടണ്ട കേട്ടോ എന്ന് പറയും. അപ്പോൾ പിന്നെ അവരാരും ഒന്നും മിണ്ടുന്നൊന്നുമില്ല. എന്നിട്ട് നയനയുടെ കൈയും പിടിച്ച് ദേവയാനി ഇറങ്ങി വരികയാണ്. എല്ലാവരും കൈയടിച്ചാണ് ഇവരെ യാത്രയാക്കുന്നത്. ഇനി എന്താണ് പരിപാടി എന്ന് ഗ്രേസി ചോദിക്കുന്നുണ്ട്. അപ്പം ദേവയാനി പറയും, എൻ്റെ മകളോടൊത്ത് എനിക്ക് കുറച്ച് നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിക്കണം, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം കറക്കമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നുള്ളതെന്ന് പറയും. ഞങ്ങളൊരു വീട്ടിൽ ഒരു ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്നാണ് കഴിക്കുന്നതെങ്കിലും ഇതുവരെ ഞാൻ എൻ്റെ മരുമകളോട് സ്നേഹത്തോടെ ഇരുന്ന് ആഹാരം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകുന്നുള്ളതെന്ന് പറഞ്ഞ് ഇവരങ്ങ് പുറത്തേക്ക് പോകുന്നുണ്ട്. നയന അവാർഡ് മേടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ നന്ദു ഫോണിൽ കണ്ടിട്ട് ഗോവിന്ദനെ കൊണ്ട് കാണിക്കുന്നുണ്ട്. കനക എപ്പോൾ ഓടി വരുന്നുണ്ട് ഈ ഫോട്ടോ കാണാനായിട്ട്. അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. എന്തായാലും നയനമോള് കാരണം അവരുടെ മൂർത്തിസ് ഗ്രൂപ്പിന് നല്ല പേരൊക്കെ ഉണ്ടായല്ലോ, ഇനി മോളുടെ ഡിസൈനൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടുമെന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ട്. ഇനിയെങ്കിലും മോളുടെ അമ്മായിയും ഒന്ന് അംഗീകരിച്ചാൽ മതിയായിരുന്നു, ഒന്ന് സ്നേഹിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ കനക പറയുന്നുണ്ട്. അപ്പം നന്ദു പറയും, ഈ ചേച്ചിക്ക് ഇപ്പം ചെറിയൊരു സംശയമൊക്കെ ഉണ്ട്, ചേച്ചിയുടെ അമ്മായിയമ്മയ്ക്ക് ചേച്ചിയോട് ഉള്ളിലൊരു സ്നേഹം ഉണ്ടോ എന്ന്. അന്നേരം ഗോവിന്ദൻ പറയും, എൻ്റെ മോളെ എന്തായാലും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിലല്ലേ മോൾക്ക് സമാധാനത്തോടെ അവിടെ കഴിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴാണേലും ആദർശിൻ്റെ കൂടെ ഓഫീസിലൊക്കെ പോകാൻ പറ്റുന്നത് അതുകൊണ്ടായിരിക്കട്ടെ എന്നൊക്കെ പറയും. എന്തായാലും ചേച്ചിയെ കൊണ്ട് ഒരു ചിലവ് ചെയ്യിപ്പിക്കണമെന്ന് നന്ദു പറയുന്നുണ്ട്. ഈ വേണ്ട മോളെ, അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കൊന്നും വേണ്ട, കാശൊക്കെ ഒത്തിരി ചിലവാക്കിക്കണ്ടെന്നൊക്കെ ഗോവിന്ദൻ പറയും. അതൊന്നും സാരമില്ല ചാ, ഇപ്പം ചേച്ചിയുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, അതുകൊണ്ടൊരു ചിലവ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാലും ചേച്ചി ചിലവ് ചെയ്യും, അത് ഉറപ്പല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ദേവയാനി നയനയും കൂട്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവർ ഒരു ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പം ദേവയാനി ചോദിക്കും, എന്താ മോളെ ഇങ്ങനെ ചിരിക്കുന്നതെന്ന്. അല്ല, ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു പറയും. എന്താ ഇത്ര ഓർക്കാനിരിക്കുന്ന, ചിരിക്കാനുള്ള കാര്യമാണെന്നൊക്കെ ചോദിക്കും. അത് കോമഡിയും ഉണ്ട് ട്രാജഡിയും ഉണ്ടെന്ന് പറയും. എൻ്റെ മോളെ, നീ എനിക്ക് വേണ്ടി ചെയ്ത ത്യാഗം അറിഞ്ഞപ്പം തൊട്ട് നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്നും അണച്ചു പിടിക്കണമെന്നൊക്കെ ഞാൻ ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ്. പക്ഷേ അങ്ങനെ ചെയ്താൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ചൂളിപ്പോകത്തില്ലായിരുന്നു, അത്രയ്ക്ക് ഞാൻ നിന്നെ ദ്രോഹിച്ചിട്ടില്ലേ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ കേട്ട് നയന മിണ്ടാതെ അങ്ങിരുന്ന് ചിരിക്കുന്നൊക്കെ ഉള്ളൂ. എന്തായാലും നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. അപ്പം നയന പറയും, അത് വേണോ ആദർശേട്ടൻ ഇപ്പം നമ്മളെ നോക്കിയിരിക്കുകയായിരിക്കുമല്ലോ എന്ന് പറയും. അതൊന്നും സാരമില്ല, അവൻ അവിടെ ഇരുന്നോളും, നമുക്ക് വല്ലതൊക്കെ കഴിച്ചേച്ച് പോയാൽ മതി എന്നൊക്കെ ദേവയാനി പറയും. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം എന്ന് പറയും. ഡ്രസ്സോ എന്ന് നയനെ ചോദിക്കുന്നുണ്ട്. അതേ, മോൾക്ക് കുറച്ച് സാരിയൊക്കെ എടുത്തു തരണം, മോൾ എനിക്കും 2-3 സെലക്ട് ചെയ്ത് തരണം എന്നൊക്കെ പറയും ദേവയാനി. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, മോളെ ഇതൊക്കെ കാര്യം ശരിയാണ്, പക്ഷേ നിൻ്റെ ചേച്ചിയുടെയും അതുപോലെ അനിയുടെയും ജീവിതം വളരെ മോശമായിട്ടാണ് കടന്നു പോകുന്നത്, അതൊന്നും നമുക്ക് ശരിയാക്കി എടുക്കണം, അതുകൊണ്ട് നമുക്കത് ശരിയാക്കണ്ടേ മോളെ എന്നൊക്കെ ചോദിക്കും. അന്നേ നയനയ്ക്ക് സങ്കടമാകുന്നുണ്ട്. അപ്പം നയന പറയും,
അനാമികയുടെ കാര്യത്തിലാണെങ്കിൽ അവളുടെ അച്ഛനും അമ്മയാണ് കുറ്റക്കാർ. അവർ നല്ല രീതിയിലല്ല ആ കുട്ടിയെ വളർത്തി വിട്ടിരിക്കുന്നത്, അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണെന്ന് പറയും. അപ്പം ദേവയാനി പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട് മോളെ. പക്ഷേ എന്ത് ചെയ്യാനാ, എനിക്ക് ആദർശിനെ പോലെ തന്നെയാണ് അനിയും. അതുപോലെ അവൻ്റെ ജീവിതം തകരുന്നത് എനിക്കിഷ്ടമല്ല. എങ്ങനെയും അനിയും അനാമികയെ സ്നേഹിക്കണം, അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയായാലും എൻ്റെ മകൻ ആദർശ് ഭാഗ്യവാനാണ്, മോളെപ്പോലൊരു ഭാര്യയെ അവന് കിട്ടിയല്ലോ എന്നൊക്കെ പറയും. അമ്മ എന്നെയും എൻ്റെ കുടുംബത്തെയും കരുതുന്നുണ്ടെന്ന് എനിക്ക് പല പ്രാവശ്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് നയന പറയുന്നുണ്ട്. അതൊക്കെ ഇനിയും ഉണ്ടാകും മോളെ എന്ന് നയനയോട് ദേവയാനിയും പറയും. മോൾക്കറിയാലോ, മോളെ വെറുക്കുകയും പുറത്താക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പം നമ്മൾ തമ്മിൽ ഒന്നിച്ചെന്നുള്ള കാര്യം അവരറിയാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ അവാർഡ് ഫംഗ്ഷൻ നടന്ന സ്ഥിതിക്ക് ആ അവാർഡിൻ്റെ ഫോട്ടോസൊക്കെ പുറത്ത് വരാതിരിക്കാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അൻമരിയായോട് പറയണം, നമ്മളെല്ലാവരുടെ നിൽക്കുന്ന ഫോട്ടോ ഒന്നും വേണ്ട, മോള് അവാർഡ് മേടിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ എങ്കിലും ചാനലിൽ കൊടുക്കണമെന്ന്. അത് വേണോ അമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയന. വേണം മോളെ, എന്തായാലും അസൂയുള്ളവരൊക്കെ കാണട്ടെ മോള് അവാർഡൊക്കെ മേടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് നയനയോട് ദേവയാനി പറയും. പിന്നെ രണ്ടുപേരും കൂടെ തുണിക്കടയിലാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ദേവയാനി കുറേ സാരിയൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട് നയനയ്ക്ക്. ഇതൊക്കെ വേണോ അമ്മ എന്നൊക്കെ നയന ചോദിക്കും. വേണം മോളെ, എൻ്റെ ഒരു സന്തോഷത്തിനാന്നൊക്കെ പറയും. അമ്മ ആരിലും കാണത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയന. അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല, നമ്മുടെ വീട്ടിൽ ഓരോരുത്തരും ഏതൊക്കെ കടയിലാണ് പോകുന്നെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ആരും ഈ ഭാഗത്തോട്ടൊന്നും വരത്തില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ഏറ്റവും ഒരു ഒഴിഞ്ഞ കോണിലുള്ള ഈ കടയിൽ തന്നെ വന്നെന്ന് പറയും. മതിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് നയന ഉടനെ ദേവയാനിക്ക് ഒരു സാരിയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ ബില്ലൊക്കെ പേ ചെയ്തിട്ട് വീണ്ടും പോരുകയാണ്. നയനയുടെ അവാർഡ് ഫംഗ്ഷനൊക്കെ ടി വി വരുന്നത് നവി ഇരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ ജലജയും ജാനകിയും അനാമിയും എല്ലാം അങ്ങോട്ട് വരും. അന്നേരം നവി പറയുന്നുണ്ട്, കണ്ടോ എൻ്റെ അനിയത്തി അവാർഡ് മേടിക്കുന്ന കണ്ടോന്ന്. നീ എന്തിനാടി നിൻ്റെ അനിയത്തി ഇങ്ങനെ അവാർഡ് മേടിക്കുന്ന കാണിച്ചൊക്കെ പൊങ്ങച്ചൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിന്നെക്കൊണ്ട് എന്തെങ്കിലും സാധിക്കുന്നുണ്ടോ? നോക്കിക്കേ, അവൾ ഡിസൈനർ രംഗത്ത് വലിയ പേരൊക്കെ എടുത്ത് 4 കാശ് ആദർശിനുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലാണോ നീ? നിനക്ക് ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. നിൻ്റെ ഭർത്താവായ അവിക്ക് നിന്നെക്കൊണ്ട് 10 പൈസയുടെ ഉപകാരം ഉണ്ടോടി എന്നൊക്കെ ചോദിക്കും. അത് കേൾക്കുമ്പോഴത്തേന് നവിക്ക് ചെറിയ സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയും, നിങ്ങൾ അവളുടെ പേരും പറഞ്ഞ് എന്നെ കുത്താനൊന്നും നോക്കണ്ട. ഇത് അവൾക്ക് കഴിവുള്ളതുകൊണ്ട് മാത്രമാണ് കിട്ടുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ട് കിട്ടുന്നതല്ല. പിന്നെ നിങ്ങളുടെ മകന് എന്നെപ്പോലൊരു ഭാര്യ തന്നെ അധികമാണ്, ഇത് കൂടുതലൊന്നും അവന് കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴത്തേന് ദേഷ്യം വരുന്നുണ്ട് ജലജയ്ക്ക്. ഞങ്ങൾ വലിഞ്ഞു കയറി വന്നവളാണെന്നും ഒക്കെ പറഞ്ഞല്ലായിരുന്നു നിങ്ങൾക്കിപ്പം ഭയങ്കര വഴക്ക്. ഇപ്പം കണ്ടില്ലേ, ഈ മൂർത്തീസ് ഗ്രൂപ്പ് പോലും എൻ്റെ അനിയത്തിൻ്റെ പേരിൽ അറിയപ്പെടാനാണ് പോകുന്നത് എന്നൊക്കെ പറയും. അന്നേരത്തേന് ജാനകിക്കും ഒട്ടും സഹിക്കുന്നില്ല. എന്തൊക്കെയായെന്ന് പറഞ്ഞാലും എൻ്റെ മരുമോൾ വന്ന പോലൊന്നും അല്ലല്ലോ നീയൊക്കെ വന്നെന്നൊക്കെ പറയും. മരുമോൾ കയറി വന്നതിൻ്റെ വിശേഷമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്, അവളുടെ സ്വഭാവം പുറത്ത് വരാനിരിക്കുന്നേ ഉള്ളെന്നൊക്കെ പറയുമ്പോഴത്തേനും ജാനകി ചോദിക്കും, എന്താ എൻ്റെ മരുമോൾക്ക് കുഴപ്പം, അതെന്താണെന്ന് വെച്ചാൽ നീ പുറത്ത് പറയാൻ പറയും. അത് കേൾക്കുമ്പോഴത്തേന് അനാമികയൊന്ന് വിരളുന്നുണ്ട്. ഞാൻ എന്താ പറയാൻ പോകുന്നതെന്നൊക്കെയുള്ള കാര്യം ഇവക്കറിയാമെന്ന് പറയും. നീ എന്തേലും അനാമിക മോളെക്കുറിച്ച് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടേ പറയടിയെന്ന് ജലജയും പറയും. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തന്നെ ഇവളുടെ ചെവിക്കല്ലടിച്ച് പറിക്കുന്ന പരിപാടിയാണ് ഇവളുടെ കയ്യിലിരിക്കുന്നത്, അതുകൊണ്ട് ഞാനായിട്ടൊന്നും പറയാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് നവി അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. അപ്പോഴത്തേന് ജാനകിയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, അവളെന്താ അങ്ങനെ മോളെക്കുറിച്ച് പറഞ്ഞെന്ന്. ആർക്കറിയാം, വട്ട് കേസല്ലേ, നമുക്കതുമായിട്ടൊന്നും ബന്ധപ്പെടാനൊന്നും പോകണ്ടമ്മേ, അവളുമായിട്ട് മുട്ടണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന അനാമിക. എന്നാൽ ഇവിടെ ഒരുത്തിയുടെ അവാർഡ് പരിപാടിക്ക് പോയ ഏടത്തിയെ കാണുന്നില്ലല്ലോ. ഏടത്തിക്ക് ഇതിപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാഴ്ചയായിരിക്കും അവിടെ കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ജലജ. അത് ശരിയാ, ഏടത്തി എന്തായാലും അവക്കട്ട് ഇതിനുള്ള മറുപടി കൊടുക്കുക തന്നെ ചെയ്യും. ഏട്ടത്തി എങ്ങനെയും പിരികേറ്റിയാൽ മാത്രമേ നമുക്ക് ഇവളുമാരെ രണ്ടിനെ ഇവിടുന്ന് പുറത്ത് ചാടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അപ്പോഴത്തേന് അനാമികയും പറയുന്നുണ്ട്, എങ്ങനെയും ഇവളുമാരെ രണ്ടിനെ ഇവിടുന്ന് ചാടിക്കണം അപ്പച്ചി, എന്നാലേ നമുക്കിവിടെ നിലനിൽപ്പുള്ളൂ എന്നൊക്കെ. ആദർശം നയനയുടെ ഫംഗ്ഷൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട്. എന്നിട്ട് ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഇനി അമ്മ ചെന്നിട്ട് എന്തായി കാണുമോ എന്തോ, അമ്മ ഒട്ടും ഇഷ്ടമില്ലാതെ ഇവളുടെ ഫംഗ്ഷന് പോയത്, എന്നെങ്കിലും അമ്മ ഇവളെ സ്നേഹിക്കാൻ തുടങ്ങുമോ
എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ആദർശ്. ആ സമയത്ത് ദേവയാനിയും നയനയും കൂടെ പുറത്തൊക്കെ ചുറ്റിയടിച്ച് നടക്കുകയാണ്. അപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട് ഇനി എവിടെ നമുക്ക് പോകണ്ടെന്ന്. ഉടനെ നയന പറയും നമുക്കിനി ബീച്ചിലേക്ക് തന്നെ പോയാലോന്ന്. വേണ്ട മോളെ, അങ്ങോട്ടൊന്നും പോകണ്ട, ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആദർശ് വിളിക്കും. ആദർശേട്ടനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് നയന ഫോൺ എടുക്കുന്നുണ്ട്. നീ എവിടെയാ? നീ അവാർഡ് മേടിച്ചുകൊണ്ട് വരുന്നത് കാണാനായിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് ആദർശ് പറയും. ഞാൻ ഉടനെ വരാം ആദർശേട്ടാ, ഇവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ടെന്ന് പറയും. പാർട്ടി നടക്കുന്നു, എന്നിട്ട് സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ആദർശ്. എല്ലാവരും സൗണ്ട് ഉണ്ടാക്കിയാണോ പാർട്ടിയൊക്കെ നടത്തുന്നത്? എന്തായാലും ഞാൻ ഉടനെ അങ്ങ് വന്നേക്കാമെന്ന് പറയും. നീ അമ്മയെ കണ്ടായിരുന്നോ എന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. അമ്മ സദസ്സിൽ ഇരിക്കുന്ന കണ്ടായിരുന്നു, പിന്നെ ഞാൻ കണ്ടില്ലെന്ന് പറയും. ചിലപ്പോൾ അവാർഡ് മേടിക്കുന്നത് ഒരു വിധത്തിലല്ലേ അമ്മ കാണാൻ അത് വന്നത്, അത് സഹിച്ച് കാണുകയില്ല, അതുകൊണ്ട് അമ്മ എങ്ങോട്ടേലും പോയതായിരിക്കും, ഇതുവരെ അമ്മ വീട്ടിലെത്തിയിട്ടില്ലെന്നാ പറഞ്ഞെന്ന് പറയും. ആണോ? അറിയത്തില്ല ആദർശേട്ടാ, ഞാൻ കണ്ടില്ല, അമ്മ എന്ത് ചെയ്യുന്നു അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് നയന ദേവയാനിയെ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ഉടനെ അങ്ങോട്ട് വന്നേക്കാം ആദർശേട്ടാ എന്ന് പറഞ്ഞ് ഫോൺ വെക്കും. എന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട് ആദർശേട്ടൻ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞെന്ന്, ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ മോള് പോയിട്ട് വാ, ഇനി അവന് സംശയത്തിനിടയിൽ കൊടുക്കുകയൊന്നും വേണ്ടെന്ന് പറയും. എന്നിട്ട് ആദർശ് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓർക്കുന്നുണ്ട്, നയന വളരെ ഹാപ്പി ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്, രാവിലെ പോകാൻ നേരത്ത് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.